ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ വെയിലുണ്ട് കേട്ടോ. ഈ വെയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് 11:45 കറക്റ്റായിട്ടൊരു കാറ്റ് വരുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റ് പറഞ്ഞാൽ ആകെ 10-15 മിനിറ്റ് കാറ്റുണ്ട്, പക്ഷെ അത് നല്ല ഉഷാറ് ജാതി കാറ്റാട്ടോ. ഇന്നലെ അടുക്കള ഭാഗത്ത് പിന്നെ ഓലക്കൊടിയൊക്കെ വീണു. ഓലക്കൊടിയല്ല, ഓല വീണു, പാറി വീണു. ഞാൻ കാറ്റ് മേടിച്ചിട്ട് ഇവിടെ കൊലായിൽ വന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഇവിടെ വന്നു. മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞല്ലോ ആസിയാത്താൻ്റെ വീട്ടിൽ പോയി. ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എന്താ പെരേൻ്റെ ആ മൂലക്കിൽ കണ്ടില്ലേ, ഓടിൻ്റെ അവിടെ കണ്ടോ എണ്ണാറക്കണ്ണൻ. അത് ഈ പട്ടികയും കഴുക്കോലും മുഴുവനോ മൂപ്പര് കരണ്ട് തിന്ന് കഴിഞ്ഞു. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാ ഈ ഒരു വെയിൽ കണ്ടപ്പോൾ ഞാൻ ഇന്നലത്തെ ഡ്രസ്സുകളൊക്കെ ഇതാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വേണ്ടത്ര വെയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വേഗം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് തീരുമാനമായാലാണ് ഇപ്പോൾ നമുക്ക് അടുത്തതൊന്ന് തിരുമ്പിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പുറത്തും തോരിട്ടിട്ടുണ്ട്, കണ്ടോ അതവിടെയൊക്കെ ഉണ്ട്. പിന്നെ അതായിട്ട് അവിടെ വർക്കിംഗ് ഡ്രസ്സ് അയച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി തിരുമ്പണം എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്കൊന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ ഈ വെയിൽ എത്ര നേരത്തിനാണെന്നൊന്നും അറിയില്ല. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി. മോനൂസ് സ്കൂളിൽ പോയി, അനു സ്കൂളിൽ പോയി. പിന്നെ ഇത് പഴം പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. പഴം പുഴുങ്ങിയതുണ്ട്, മറ്റേ പഴമുണ്ട് കേട്ടോ. അപ്പോൾ മോനൂസിന് പുഴുങ്ങിയ പഴം പുട്ടാണെന്ന് കടി ഉണ്ടാക്കിയിരുന്നത്. അപ്പം മോനൂസിന് ഈ പുഴുങ്ങിയ പഴം പറ്റൂല പുട്ടിക്ക്. വെറുതെ ഇങ്ങനെ എടുത്ത് തിന്നാന്നല്ലാണ്ട് പുട്ടിക്ക് അത് കൂട്ടൂല കേട്ടോ. അപ്പോൾ ഞാനും അവനെ കുറച്ച് മൈസൂർ പഴം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയാണ്ട് അങ്ങനെ കുഴച്ച് പപ്പടം കൂട്ടി കുഴച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ തിന്നും. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നെല്ലുത്തേരി തുറക്കട്ടെ ഞാൻ അത് കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഓക്കെ തുറന്നു. അപ്പോൾ ഇതാ ഇത്ര പുട്ട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നെല്ലുത്തേരീൻ്റെ പൊടിയും പിന്നെ വന്നിട്ട് ഇതിൽ ഗോതമ്പപ്പൊടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഞാൻ കൂട്ടിയിട്ടാണ് പുട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട് കേട്ടോ പുട്ട്, അത്ര വലിയ ഹാർഡൊന്നല്ല. ഉണ്ടോ ഗൈസ്, സോഫ്റ്റ് പുട്ടാണ്. അപ്പം ഇത് വൈകുന്നേരം വന്നത് കാലിയാവും, കാരണം മക്കൾ തിന്നും. ഇപ്പോൾ കുറച്ച് പപ്പടോ എന്തെങ്കിലും പഴം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഓരോ കഷ്ണം 2 ആൾ തിന്നും. പിന്നെ ഏട്ടൻ വൈകുന്നേരം വന്നത് തിന്നാൽ പിന്നെ ചോറോ അങ്ങനെയൊന്നും തിന്നൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കഴിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. അടുപ്പ് പിന്നെന്താ പറയുക, ചോറുണ്ട് ഊറ്റിയതിൻ്റെ ശേഷം ഞാൻ കരിങ്ങാലി ഒന്നുകൂടെ വെള്ളം പറന്ന് ചൂടാകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അടുപ്പ് കൂടെ ഇതാ കത്തണില്ല, ചേര കൊണ്ട് കത്തണില്ല. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കലാണ്. കേബേജിൻ്റെ ഉപ്പേരി ഞാൻ ഉണ്ടാക്കിയിട്ട് രാവിലെ അനുവിന് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഉപ്പേരി ഉച്ചയ്ക്ക് ഉണ്ടാക്കണം. അപ്പം ഇന്നലെ ഉണ്ണേട്ടൻ കേബേജ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി. ഇന്നത്തോടു കൂടി നമ്മളെ നോൻപിന് തീരുമാനമായിട്ടോ ഗൈസ്. അപ്പോൾ അതാ കേബേജിൻ്റെ ഉപ്പേരി അപ്പോൾ ഒന്നിച്ചങ്ങോട്ട് വെച്ചു. ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കും വെച്ചു, ഓക്ക് കൊണ്ടുപോകാനും വെച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറ് സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി കറിക്കുള്ളത് നോക്കണം. കറി ഞാൻ മീൻകാരൻ വരുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വെള്ളിയാഴ്ച അതിനെക്കൊണ്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പം നമ്മുടെ കറി എന്ന് പറയുന്നത് മുതലാണ്. അപ്പോൾ ഇത് നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റല്ല, ഒരു മില്ലുണ്ട്, നമ്മൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കൽ. ഈ ഒരു പാക്കറ്റിന് 68 രൂപയാണ് വില വരുന്നത്. നമ്മൾ മിക്ക സാധനങ്ങൾ അവിടെ നിന്നാണ് വാങ്ങുക കേട്ടോ, നല്ല സാധനങ്ങളാണ്. അപ്പം ഇനി ഇത് പത്തിരിച്ചട്ടി റെഡി. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. ഇതിൻ്റെ പിന്നെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഏതോ ഒരു വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമൊന്നുമില്ല കേട്ടോ. ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കാതെയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒന്നുണ്ട് മേത്തേക്കൊക്കെ ഒന്ന് തണുപ്പൊക്കെ കയറൂലേ. അപ്പോൾ ഇത്തരം കറികളൊക്കെ നല്ലതാണ്. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ചൂടാവാനും നമുക്കൊരു കിടുകിടാ വർക്കിനൊരു നേരം വരുമല്ലോ. കാരണം മഴയൊക്കെ അടച്ച് പിടിക്കുമ്പോഴേ അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ കൂട്ടി ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ചൂടായി നമുക്ക് നല്ലതാണ്. മുതല പൊതുവേ നമുക്ക് നല്ല സാധനങ്ങളാണ്. പിന്നെ കർക്കിടക മാസമൊക്കെ അല്ലേ, നല്ല നല്ല ഫുഡുകൾ കഴിക്കണം എന്നൊക്കെയാണ് പറയുക. എന്താ പറയുക, നല്ല പ്രകൃതിദത്തമായ ഫുഡുകൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മുതിരക്കറിയാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കട്ടെ. അടുപ്പൊക്കെ നന്നായിട്ട് കത്തിച്ച് പത്തിരിച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കത്തി പിടിക്കും, കാരണം നമ്മളിപ്പോൾ ചോറ് ഊറ്റി എടുത്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നോൻപ് കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ മീനൊന്നും വാങ്ങിക്കൂല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കുള്ളൂ. നമുക്ക് മിക്കപ്പോഴും ഇതേപോലെ തന്നെ നോൻപും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്താ വിചാരിച്ചാൽ നോൻപ് എടുക്കണോണ്ടല്ല, മീൻ ഇറച്ചി എന്നാൽ അങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങിക്കാറില്ല. അതൊക്കെ വല്ലപ്പോഴും മാത്രമേ വാങ്ങലുള്ളൂ കേട്ടോ. ഓലയാണ് കേട്ടോ ഇന്നലെ കാറ്റടിച്ചപ്പോൾ വീണത്. ഇനിയിപ്പോൾ ഇന്ന് കാറ്റ് ഏത് നേരത്തെന്ന് അറിയില്ല. ഇന്നലെ
മിഞ്ഞാന്നും 11:45 ഞാൻ സമയം നോക്കിട്ടോ, മിഞ്ഞാന്ന് 11:45, ഇന്നലെയും 11:45 ആകാനായപ്പോഴത്തേക്കിനും കാറ്റടിച്ചു. ഇന്നെപ്പോഴാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ഈ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു കറക്റ്റ് ടൈമിന്. പിന്നെ അത് വലിയ ഒരുപാട് നേരമൊന്നും ഇല്ലേനും, കുറച്ച് നേരമൊക്കെ അടിച്ചിട്ട് അതങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെയാണ്. പൊതുവേ കാറ്റും മഴയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് എല്ലായിടത്തും. പക്ഷെ നമുക്ക് ഈ ഒരു സമയം കറക്റ്റിന് വന്നപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി കേട്ടോ. മിഞ്ഞാന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക, ഏട്ടന്മാരെ അവിടെ വീട്ടിലൊക്കെ വിളിച്ചു വെച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവിടെ അടുത്തേക്കൊക്കെ ഉണ്ട്. പിന്നെ അതാ പാത്രങ്ങളൊക്കെ വരിവരിയായിട്ട് മോറാണ്ട്. എന്നും എൻ്റെ പാത്രം മോറിൽ കഴിയൂട്ടോ. മോനൂസ് പോകാനാകുമ്പോഴേക്കും പാത്രം മോറിലും കഴിയണതാണ്. ഇന്ന് കഴിഞ്ഞില്ല. ഇന്ന് കുറേ സ്റ്റീൽ പാത്രങ്ങളൊക്കെ മോറി വെച്ചു. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആകുമ്പോൾ എന്താ പറയുക, അവർക്ക് ക്ലാസ്സിന് നേരത്തെ പോകണം. 9 മണിക്ക് ആകുമ്പോൾ പോകും. മറ്റേത് 10 മണി കറക്റ്റിനെ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഇനിയിപ്പോൾ മാത്രം പോകണമെങ്കിൽ വെള്ളം അപ്പുറത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം. അപ്പോൾ ഞാൻ മടിച്ചിട്ട് അത് അവിടെ ഇട്ടിട്ട് ഇനി ഏതായാലും കറിയൊക്കെ വെക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ചോറും കറിയൊക്കെ റെഡിയായി. ഞാനെന്ത് പണിയായിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമ്പാനിറങ്ങി. അപ്പോൾ അതാ തിരുമ്പി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ത് കാട്ടണം വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ 11:45 കാറ്റ് ഇതാ പിന്നെ ഏകദേശമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാതെ ഒന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ കാറ്റില്ല എന്നാണ് തോന്നണത്. പിന്നെ ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് ഇങ്ങനെ മഴ മൂടിയ പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇന്നലത്തെ ഒക്കെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടില്ലേനും. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ എടുത്തെങ്ങാണ്ട് പാകം ഈ അയലൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഈ അയലുമ്പിൽ ഇങ്ങനെ ഇട്ടാലോ എന്ന് വിചാരിക്കുകയാണ്. പേട്ടൻ്റെ മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ. മുണ്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അയക്കാൻ കുറച്ച് സ്പേസ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ഥലം കമ്മിയാണ്. പിന്നെ ഞാൻ ആദ്യം മുണ്ടുകളൊക്കെ ഉണ്ട് ഉണക്കിയെടുക്കും. അപ്പോൾ അത് പോരാത്തതിന് ഡ്രമ്മിൻ്റെ മേലെയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിഞ്ഞ് തോരിടട്ടെ. ഇന്നലെ മോനൂസിൻ്റെ ഷൂവും പിന്നെ ഏട്ടൻ്റെ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നലെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടോ. അത് കുറേ ദിവസമായിട്ട് ആ മൂലക്കിലിട്ടിട്ടേ അങ്ങനെ ചളിയായിട്ട് എന്നും ചീത്ത അറിയലുണ്ട്, എന്താ നേരെ കാത്ത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി. ഇനിയിപ്പോൾ അതൊക്കെ നല്ലോണം ഉണങ്ങണമെന്നുണ്ടെങ്കിൽ വെയിൽ തന്നെ കൊള്ളണം. ഷൂ അല്ല, അപ്പോൾ ഒരുമാതിരി ഒരു മണം ഉണ്ടാവും. അപ്പോൾ അതതിൻ്റെ ലേസാണത്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. മഴക്കാറ് നന്നായിട്ട് മൂടുന്നുണ്ട് കേട്ടോ. ഇടണോ ഇടണ്ടേന്ന് വിചാരിച്ച് 2 സംശയത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ തിരുമ്പിട്ട തുണികളൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തിന് എന്തായാലും മഴ ഇല്ല എന്നുള്ളത് മനസ്സിലായി. നമ്മളെ കാറ്റും ഇന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ വന്ന് അങ്ങനെ വീശിപ്പോയി, അത്രയേ ഉള്ളൂ. മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, വെയിലും ഉണ്ട്. അപ്പോൾ അതാ പൈപ്പിൽ അപ്പോഴത്തേക്കും ഇവിടെ ഡ്രമ്മൊക്കെ നിറഞ്ഞൊരു ഭാഗമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അടുത്ത പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം ആ പാത്രത്തിലൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊന്നും വെള്ളം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്നാണിപ്പോൾ വെള്ളം വന്നത്. അങ്ങനെയൊക്കെയാണ്. അത് നിറയുമ്പോഴത്തേക്കിനും ഞാനേ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിറയുമ്പോഴത്തേക്കും ചോറുണ്ട് കേട്ടോ, വിശക്കുണ്ട്. അപ്പം ആയിട്ട് ഇതാ നമ്മുടെ മുതിരക്കറി ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറുകുറുന്നനായിരുന്നു ഉണ്ടാവും വയസ്സ്. ഇതാണ് ഇങ്ങനത്തെ മുതിരക്കറി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ വെക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ചോറ് ഞാൻ വിളമ്പിയിട്ടുണ്ട്. ചോറ് അത്യാവശ്യം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുതിരക്കറി ഒഴിച്ച് കൊടുക്കട്ടെ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. കറി നല്ല കുറുകിയ കറിയാണേ. കറി എനിക്ക് അത്യാവശ്യം വേണം കേട്ടോ. ചോറ് ഇനിയിപ്പോൾ കുറച്ച് കുറഞ്ഞാലും കറി നല്ല കട്ടയ്ക്ക് നിൽക്കണം. അപ്പം അങ്ങനെയാണ്. പിന്നെ ഇതിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ കേബേജിൻ്റെ ഉപ്പേരി ഉണ്ട്. അപ്പം അതുകൂടെ എടുക്കട്ടെ. അതിൻ്റെ ഉപ്പേരി ഞാൻ തേങ്ങ ഒന്നും ചാച്ചിട്ടില്ല കേട്ടോ. അത് അങ്ങനെ രാവിലെ പെട്ടെന്ന് തട്ടി കൂട്ടിയ ഉപ്പേരി ആയതുകൊണ്ട് തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഉപ്പേരി അത് മതി കേട്ടോ. അപ്പോൾ ഓക്കെ. ചമ്മന്തി തട്ടിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിയിൽ ഞാൻ പച്ചമുളക്, ഞാനിവിടെ നട്ട മരത്തുമ്പോൾ 3 പച്ചമുളക് എടുത്ത് വെളുത്തുള്ളി ചുവന്നുള്ളി അങ്ങനെയൊക്കെ ഇട്ട് ഇഷ്ടമാണ് ഈ ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇതിൽ പുളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ പുളി ഇപ്പോൾ എന്താണ് കുരുവൊക്കെ കളഞ്ഞാണ്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് പകരം ഞാനിത് തക്കാളീൻ്റെ നീര് ഒഴിച്ച് കൊടുത്തേക്ക്. ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ ആരെങ്കിലും കൂട്ടുമെന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ പപ്പടം ഉണ്ട്. പപ്പടം എനിക്ക് വേണമെന്നില്ല. അപ്പം ഇനി ചോറിനട്ടോ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ ഒരു വീഡിയോസും കാര്യങ്ങളും. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.